കർഷകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്നും വന്നത്. സ്വർണത്തെ പോലെ തന്നെ ഇനി വെള്ളി ആഭരണങ്ങളും പണയം വയ്ക്കാം. കർഷകർക്കും ഗ്രാമീണ മേഖലയിലെ ചെറുകിട സംരംഭകർക്കും ഈ തീരുമാനം നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. കൂടാതെ സ്വർണം പോലെ തന്നെ വെള്ളിയിൽ കൂടുതൽ നിക്ഷേപവും നടക്കും. പണയവസ്തുവാക്കുന്നതിനാൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ വെള്ളിക്കും ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കുമെന്നാണ് സൂചന. സ്വർണ്ണവിലയ്ക്ക് സമാനമായി വെള്ളി വിലയും രാജ്യത്ത് കുതിക്കുന്നുണ്ട്. 1990 നവംബറിൽ 1 കിലോ വെള്ളിക്ക് 6500 രൂപയായിരുന്നുവെങ്കിൽ 2025 ആയപ്പോഴേക്കും വില 1,70,70,000 രാജ്യത്തെ വെള്ളിയുടെ ഉപയോഗവും വലിയ രീതിയിൽ കൂടുകയാണ്. വെള്ളി ആഭരണങ്ങൾ ഇപ്പോൾ ട്രെൻഡാണ്. വിലക്കുറവും ട്രെൻഡി ലുക്കും ഈ ആഭരണത്തെ യുവജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പ്രതിവർഷ സ്വർണ്ണ ഉപയോഗം 800 ടണ്ണാണെങ്കിൽ വെള്ളി 4000 ടണ്ണാണ്. വെള്ളി വായ്പകൾ കൂടി വ്യാപകമാകുന്നതോടെ വിപണിയിലേക്ക് പണമൊഴുക്ക് കൂടുമെന്നും ഇതിലൂടെ പണപ്പെരുപ്പം നിയന്ത്രിക്കാമെന്നുമാണ് RBIയുടെ കണക്കുകൂട്ടൽ. അടുത്ത വർഷം ഏപ്രിൽ 1-നാണ് സംവിധാനം നടപ്പാക്കുക. പുതിയ RBI മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെറുകിട ധനകാര്യ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഉൾപ്പെടെയുള്ള വാണിജ്യ ബാങ്കുകൾ, നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സഹകരണ ബാങ്കുകൾ, NBFCകൾ, ഹൗസിംഗ് കമ്പനികൾ എന്നിവയ്ക്ക് വെള്ളി ഈടായി സ്വീകരിച്ച് വായ്പ നൽകാൻ പറ്റും. പക്ഷേ വെള്ളി ആഭരണങ്ങൾ സ്വീകരിക്കുമ്പോൾ കൃത്യമായ പരിശോധന വേണമെന്നാണ് RBI വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് ചില മാനദണ്ഡങ്ങളിലും RBI മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈടുവയ്ക്കുന്ന വെള്ളി ആഭരണങ്ങളുടെ ആകെ ഭാരം 10 കിലോഗ്രാമിൽ കൂടാൻ പാടില്ല. വെള്ളി നാണയങ്ങളുടെ ഭാരമാണെങ്കിൽ 500 ഗ്രാം കവിയാനും പാടില്ല. വായ്പയുടെ തിരിച്ചടവ് 12 മാസം കൊണ്ട് പൂർത്തിയാക്കണം. അതേസമയം വായ്പ തിരിച്ചടച്ച് 7 ദിവസം പിന്നിട്ടിട്ടും ഉരുപ്പടി തിരികെ കിട്ടിയില്ലെങ്കിൽ ഉടമയ്ക്ക് ബാങ്കുകൾ ദിവസവും 5000 രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥയും ഉണ്ട്. ഏതായാലും പണയവസ്തുവായി കൂടി വെള്ളി എത്തുന്നതോടെ രാജ്യത്ത് വെള്ളിയുടെ ഉപയോഗം നേരത്തെ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ഉയരും എന്നതിൽ സംശയമില്ല. വിലവർധനയടക്കം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്.